മക്കളെ, ഇന്ന് നമ്മൾ വൈറ്റ് കേപ്പ് എന്ന കഹാനി ലോകബാബുവിൻ്റെ കഹാനിയുടെ സമ്മറിയാണ് നോക്കുന്നത്. ഇതിലെ മുഖ്യ കഥാപാത്രമാണ് കേശവ്. കേശവ് എന്ന കുട്ടി അവൻ്റെ മുത്തശ്ശനോടൊപ്പം ഗ്രാമത്തിൽ 3-ാം ക്ലാസ് വരെ പഠിച്ചു. 3-ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയ്ക്ക് ശേഷം മാതാപിതാക്കളുടെ അരികിലേക്ക് വരാൻ ശാഠ്യം പിടിച്ച് അവൻ ഈ പട്ടണത്തിൽ എത്തുകയായിരുന്നു. ബേമേധര ജില്ലയിലുള്ള ഏതോ ഗ്രാമത്തിൽ നിന്നും എത്തിയതായിരുന്നു കേശവന്റെ മാതാപിതാക്കൾ. ആ പട്ടണത്തിലെ തൊഴിലാളികളായിരുന്നു അവർ. പുതിയ പുതിയ വാസസ്ഥലങ്ങൾ, പുതിയ പുതിയ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നതായിരുന്നു അവരുടെ തൊഴിൽ. ഈ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നതിൻ്റെ അരികിലായിട്ട് തന്നെ അവർക്ക് വേണ്ടി ഒരു ചെറിയ കുടിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഒരു ടെൻറ്റ് കെട്ടിയിട്ട് അതിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവർക്കുള്ള ഭക്ഷണവും എല്ലാം അവിടെ തന്നെ തയ്യാറാക്കി കഴിക്കുകയും അവിടെ തന്നെ ദിവസം കഴിച്ചു കൂട്ടുകയുമാണ് ചെയ്യാറുള്ളത്. കാരണം അവർക്ക് എല്ലാ ദിവസവും സ്വന്തം വീട്ടിൽ പോയി തിരിച്ചു വരാനുള്ള അത്ര ദൂരത്തിലായിരുന്നില്ല അവരുടെ വീട്. അതുകൊണ്ട് തന്നെ അവരുടെ ജോലി സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. കേശവ് മാതാപിതാക്കളോടൊപ്പം താമസിക്കാനുള്ള ആഗ്രഹത്താൽ അവിടെ എത്തുകയും ആ ടെൻറ്റിൽ അവൻ താമസം ആരംഭിക്കുകയും ചെയ്തു. കുറച്ചു ദിവസം അവന് പകൽ സമയം ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നു. കാരണം മാതാപിതാക്കൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവൻ തനിച്ചാകും. കുറച്ചു ദിവസം അവൻ ഭയത്തോടെ ആ ടെൻറ്റിന് അകത്ത് തന്നെ നിന്നു. എങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങി പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി. മറ്റു കോളനികൾ സന്ദർശിച്ച് കാണാൻ തുടങ്ങി. അതിൻ്റെ ചുറ്റിലും നടക്കാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ ആ കോളനിയുടെ പരിസരത്ത് കുറച്ച് കുട്ടികൾ കളിക്കുന്നത് അവൻ കണ്ടു. ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ട കേശവ് അത് കാണാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു വേപ്പ് മരത്തിൻ്റെ താഴെ തണലിൽ ഇരുന്നു ആ കളി കണ്ടു. എല്ലാ ദിവസവും അവൻ ഇതുപോലെ ആ കുട്ടികളുടെ കളി കാണാൻ ആ വേപ്പ് മരത്തിന് താഴെ ചെന്നിരിക്കാറുണ്ടായിരുന്നു. കുറച്ചു കുട്ടികൾ അവനെ കളിയിലേക്കൊന്നും ആ കുട്ടികൾ ചേർത്തിരുന്നില്ല. എങ്കിലും അവർ അവരുടെ തമാശയിൽ ഉൾപ്പെടുത്തിയത്, അതായത് അവനെ പരിഹാസപാത്രമാക്കി അവർ തമാശയായി അവനെ കളിയാക്കി ചിരിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൻ ആ വേപ്പുമരത്തിന് താഴെ ഇരിക്കുന്ന സമയത്ത് മറ്റു കുട്ടികൾ അവിടെ ഔട്ടായി വന്നിരിക്കുന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യും? അവൻ്റെ തലയിൽ തബല അടിക്കുന്നത് പോലെ ഇങ്ങനെ കൊട്ടാൻ തുടങ്ങും. അത് കണ്ടിട്ട് മുതിർന്ന കുട്ടികൾ പറയും, എന്തിനാണ് അവനോട് അങ്ങനെ ചെയ്യുന്നത്? അവന് തല വേദനിക്കില്ലേ എന്ന് മറ്റു കുട്ടികൾ അവനോട് സഹതാപം തോന്നിയിട്ട് പറയും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ മറ്റു കുട്ടികൾക്ക് ആ കളിയിൽ ഒരു അത്യാവശ്യ ഘടകമായിട്ട് മാറി. എങ്ങനെയാണ് അവർ ആ കളിയിലേക്ക് അവനെ ഉപയോഗപ്പെടുത്തിയത്? അവൻ കൃത്യസമയത്ത് കളിക്കാൻ എത്താത്ത കുട്ടികളെ അവരവരുടെ വീട്ടിൽ പോയിട്ട് വിളിച്ചു കൊണ്ടുവരിക, അതായിരുന്നു അവൻ്റെ ഡ്യൂട്ടി. അതിനുവേണ്ടി അവൻ ആ കുട്ടികളുടെ വീട്ടിലേക്ക് പോകുന്ന സമയം, വീട്ടിൽ നിന്നും അവൻ കോൾ ബെല്ലടിക്കുന്ന സമയത്ത് ഇറങ്ങി വരുന്നത് ആ കുട്ടി ആണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ആ വീട്ടുകാരെങ്കിലുമാണ് ഇറങ്ങി വരുന്നതെങ്കിൽ അവർ പറയും, ഞങ്ങൾ ഗുല്ലുവിനെ കളിക്കാൻ അയക്കുന്നില്ല എന്ന രീതിയിൽ അവർ സംസാരിക്കും. അവനോട് കയർത്ത് സംസാരിക്കുകയും ദൃഢമായിട്ട് കളിക്കാൻ അയക്കുകയില്ല എന്ന് പറയുകയും ചെയ്യും. ആ സമയത്ത് കേശവ് പറയും, നിഷ്കളങ്കനായിട്ട് പറയുന്നതാണ്, അവരുടെ ഫ്രണ്ട്സാണ് അവരെ കളിക്കാൻ വിളിക്കുന്നത് എന്ന് പറയും. നീ ഇവിടുന്ന് വേഗം ഓടിപ്പോയിക്കോ, ഇല്ലെങ്കിൽ നിനക്ക് അടി കിട്ടണോ എന്നൊക്കെ അവര് ചോദിക്കാറുണ്ടായിരുന്നു. കേശവ് പിന്നീട് ഇവരുടെ കളിയിൽ അവരുടെ ബോളുകൾ ദൂരേക്ക് തെറിച്ചു പോയാൽ, കെട്ടിടത്തിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ അഴുക്ക് വെള്ളത്തിലേക്കോ കുറ്റിക്കാടുകളിലേക്കോ ഒക്കെ തെറിച്ചു പോവുകയാണെങ്കിൽ ആ ബോള് എടുത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം കേശവനായിരുന്നു. 2 ടീമിൻ്റെതായാലും കേശവ് തന്നെയാണ് എടുത്തു കൊടുക്കാറുള്ളത്. പലതവണ അതുപോലെ ആ ബോള് പോകുന്ന സമയത്തൊക്കെ കേശവ് തന്നെയാണ് അവരെ സഹായിക്കാറുള്ളത്. ഒരു ക്രൂരരായ ദമ്പതികളുടെ വീട് അവർ കളിക്കുന്നതിൻ്റെ അരികിലായിട്ട് തന്നെ ഉണ്ട്. ആ ദമ്പതികൾക്ക് ഈ കുട്ടികൾ അവിടെ കളിക്കുന്നത് തന്നെ ഇഷ്ടമല്ല. അവരുടെ വീടുകളിലേക്ക് പന്ത് ചെല്ലുന്നതും ഇഷ്ടമല്ല. ഇവരെ ചീത്ത പറയാറുണ്ട്, അപമാന വാക്കുകൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു മുതിർന്ന കുട്ടികൾ അങ്ങോട്ടേക്ക് പോവാൻ തയ്യാറാവാറില്ല.
അവർ കേശവനെ അയച്ചിട്ട് അവിടെയുള്ള ബോള് എടുപ്പിക്കാറാണ് പതിവ്. കേശവിനെ അവർ ഒരു ടീമിലും കളിക്കാൻ ഉൾപ്പെടുത്തിയില്ല. കേശവന് വളരെയധികം ആഗ്രഹമായിരുന്നു ക്രിക്കറ്റ് കളിക്കാൻ. പലതവണ അവൻ അച്ഛനോടും അമ്മയോടും മാതാപിതാക്കളോട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാറ്റും ബോളും അവന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി. മാതാപിതാക്കൾ അവനെ ശകാരിക്കാറാണ് പതിവ്. അവനോട് പറയും, നീ 5ാം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി പാസ്സാവുകയാണെങ്കിൽ നിനക്ക് ഒരു ബോൾ വാങ്ങിച്ചു തരാം എന്ന് പറയും. അവൻ ചോദിക്കും, അപ്പൊ ബാറ്റോ? ആ സമയത്ത് മാതാപിതാക്കൾ പറയുന്നത്, അതിനെക്കുറിച്ച് അപ്പോൾ നമുക്ക് ചിന്തിക്കാം എന്ന് പറയും. ഇതൊക്കെ കേട്ട് കേശവ് വളരെയധികം സങ്കടത്തിലാവും. അവൻ കരയാറാണ് പതിവ്. അവൻ രാത്രി കാലങ്ങളിൽ സ്വപ്നം കാണാറുണ്ടായിരുന്നു മിക്കവാറും സമയങ്ങളിൽ അവൻ ക്രിക്കറ്റ് കളിക്കുന്നതായിട്ട്. അവൻ്റെ കയ്യിൽ പുതിയ ബാറ്റ്, ബോള്, അതുപോലെ തന്നെ തിളങ്ങുന്ന തൊപ്പി, കാലുകളിൽ മനോഹരമായ തടിച്ച പാഡ്, ഇതെല്ലാം ധരിച്ച അവനൊരു മോട്ടയും വേണ്ട, ഒരു തടിച്ച തവളയെ പോലെയാണ് അവന് തോന്നുക. ആദ്യേ പറഞ്ഞതാണ് കേശവ് എങ്ങനെയുള്ള കുട്ടിയാണ്, നീളം കുറഞ്ഞ കുട്ടിയാണ്, പൊക്കം കുറഞ്ഞ കുട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ കളിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇതുപോലെ എന്താ പറയാ പാഡും ഷൂവും അതൊക്കെ ധരിച്ചു നിൽക്കുന്ന സമയത്ത് അവന് തോന്നുക എന്താണ്, ഒരു തടിച്ച തവളയെ പോലെയാണ് അവന് തോന്നുക. അവനത് സങ്കല്പിച്ച് ചിരിക്കാറുണ്ട്. അവൻ പുഞ്ചിരിക്കും മനസ്സിൽ. അങ്ങനെ അവൻ കളിക്കുന്ന സമയത്ത് ഒന്നിന് പിറകെ ഒന്നായി 6ഉം അതുപോലെ തന്നെ 4ഉം ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളാകെ അത്ഭുതത്തിൽ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ സ്വപ്നത്തിൽ ഇങ്ങനെ പിറുപിറുക്കും, ഞാൻ 6 അടിച്ചു, 4 അടിച്ചു, ഞാൻ ഔട്ടായിട്ടില്ല, അങ്ങനെയൊക്കെ അവൻ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടേയിരിക്കും. മാതാപിതാക്കൾ ആ സമയത്ത് അവനെ വഴക്കു പറയും. ഇതർ കോളനിക്ക് ലഡ്കോനെ ഹോളിക്ക് നാം. ഇവിടെ കോളനിയിലെ കുട്ടികൾ, നമ്മൾ നേരത്തെ കണ്ട ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ, അവര് ഹോളിയുടെ പേരിൽ ആ പ്രദേശത്ത് നിന്നും പിരിവ് നടത്താറുണ്ടായിരുന്നു, സംഭാവന പിരിച്ചെടുക്കാറുണ്ടായിരുന്നു. എന്തിനാണ് അവർ സംഭാവന പിരിച്ചെടുക്കുന്നത് അറിയോ? അവര് ക്രിക്കറ്റ് സാമഗ്രികൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് അവർ സംഭാവന പിരിച്ചെടുക്കുന്നത്. ക്രിക്കറ്റ് സാമഗ്രികളും അതുപോലെ തന്നെ ഒരു ഷീൽഡും അവര് പട്ടണത്തിൽ പോയി വാങ്ങിച്ചു. 4 ദിവസം നീളുന്ന ഒരു ടെസ്റ്റ് മാച്ച്, അതിലാരാണോ വിജയിക്കുന്നത്, ആ വിജയിക്ക്, ഏത് ടീമാണോ വിജയിക്കുന്നത് ആ വിജയിക്കുള്ളതായിരുന്നു ആ ഷീൽഡ്. അതാർക്കാണെന്ന് അവരിതുവരെ തീരുമാനപ്പെടുത്തിയിട്ടില്ല. ആരാണോ ജയിക്കുന്നത് അവർക്കുള്ളതായിരുന്നു അത്. അങ്ങനെ അവരുടെ ആ മാച്ച് തുടങ്ങാൻ സമയമായി. അവർ 2 ടീമായി തിരിഞ്ഞു. അതിനു വേണ്ട പരിശീലനങ്ങളെല്ലാം നടത്തി. പിന്നെ അവർ ഓരോരുത്തരായി തങ്ങളുടെ ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടി മൈതാനത്തിലേക്ക് ഇറങ്ങി. കേശവിനെ ഒരു ടീമിലും അവർ കളിക്കാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കളി ഉഷാറായിട്ട് നടന്നു. കുറച്ച് സമയത്തിന് ശേഷം ഏതോ ഒരു ബാറ്റ്മാൻ 6 അടിച്ചു. ചക്ക മാരാക്കി സബ് ഹക്ക ബക്കര. എല്ലാവരും അത്ഭുതപ്പെട്ടു. ബോള് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ 3ാമത്തെ നിലയിൽ ഏറ്റവും മുകളിൽ ടെറസിലേക്ക് വീണു. ആ കുട്ടികളുടെ കയ്യിൽ ആകെ ആ ഒരു ബോൾ, പുതിയ ഒരു ബോൾ, അത് മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ ബോള് അത്രയും ഉയരത്തിലേക്ക് പോയത് കൊണ്ട് തന്നെ അത് തിരിച്ചെടുത്തു കൊണ്ടുവരിക എന്നത് വളരെ പ്രയാസകരമായ കാര്യമായിരുന്നു. അങ്ങനെ അവരുടെ കളി കുറച്ച് സമയത്തേക്ക് നിന്നു. അവർ പരസ്പരം കുറ്റപ്പെടുത്താനും ചീത്ത വിളിക്കാനും തുടങ്ങി. അങ്ങനെ
ഒരു കുട്ടി പറയാണ്, 10 ബാർ കഹാക്കി, ഞാൻ 10 തവണ പറഞ്ഞതാണ് ഇവിടെ നിന്ന് കളിക്കണ്ട, നമുക്ക് മറ്റെവിടെയെങ്കിലും പോയിട്ട് മാച്ച് കളിക്കാമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ ആരും അത് അംഗീകരിച്ചില്ല. ഇനി എടുത്തോണ്ട് വരൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഇടയിലേക്ക് അവരുടെ ബോള് വന്ന് വീഴുന്നു. നോക്കുന്ന സമയത്ത് അതാരാണ് ആ ബോൾ അവിടേക്ക് ഇട്ടത്? കേശവായിരുന്നു. കേശവ് അതിൻ്റെ മുകളിൽ, ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ആ ബോൾ എടുത്ത് അവർക്ക് വേണ്ടി അത് അവർക്കിടയിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമായി. അവൻ കേശവിനെ ടാർസൻ എന്ന് വിളിച്ചു. അവരെന്ത് ചെയ്തു? കിട്ടിയ ബോളും കൊണ്ട് പെട്ടെന്ന് തന്നെ കേശവനെ ശ്രദ്ധിക്കാതെ, അവൻ താഴെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് പോലും താഴെ ഇറങ്ങുന്നതിന് പ്രതീക്ഷിച്ച് നിൽക്കാതെ അവർ കളിയിലേക്ക് മുഴുകി. അവർ കളിക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും ബോൾ ഒരു കുറ്റിക്കാട്ടിലേക്ക് തെറിച്ചുപോയി. അപ്പോൾ അവൾക്ക് കേശവിനെ ആവശ്യം വന്നു. ആ സമയത്താണ് അവർ കേശവയുടെ എന്ന കാര്യം അന്വേഷിക്കുന്നത്. കേശവ് ആ ടെറസിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവർ ആ സമയത്ത് അന്വേഷിച്ചു. 2 കുട്ടികൾ ആ കെട്ടിടത്തിന്റെ പിന്നിലേക്ക് ഓടിപ്പോയി നോക്കിയപ്പോൾ അവിടെ താഴെ കിടക്കുന്ന കേശവനെ കണ്ട് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ കുട്ടി മരിച്ചു എന്നാണ് തോന്നുന്നത്. ബാക്കി കുട്ടികൾ ഭയത്തോടെ അവിടേക്ക് ഓടിച്ചെന്നു. ഒരു കുട്ടി തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാട്ടർ ബാഗും എടുത്ത് അവിടേക്ക് ഓടിച്ചെല്ലുകയും അതിൽ നിന്നും വെള്ളം എടുത്തിട്ട് അവൻ്റെ മുഖത്ത് തളിക്കുകയും ചെയ്തു. അവൻ ആകെ ഒടിഞ്ഞു മുറിഞ്ഞ് ബോധരഹിതനായി കിടക്കുകയായിരുന്നു. അവൻ്റെ മുഖത്തേക്ക്, അവൻ്റെ തലയിലേക്ക് വെള്ളം തളിച്ചു. കേശവന്റെ ശരീരത്തിൽ ചെറിയ അനക്കം അവർക്ക് കാണാൻ സാധിച്ചു. അവൻ മെല്ലെ ഇങ്ങനെ പിറുപിറുക്കാൻ തുടങ്ങി. എൻ്റെ കാല്, എൻ്റെ കൈ എന്നൊക്കെ അവൻ പിറുപിറുക്കാൻ തുടങ്ങി. ആകെ പരിഭ്രാന്തനായ ഒരു ആൺകുട്ടി പറഞ്ഞു, പെട്ടെന്ന് തന്നെ ജംഗ്ഷനിലേക്ക് ഓടിപ്പോകുക, എന്നിട്ട് അവിടെ നിന്നും എന്ത് വണ്ടിയാണോ കിട്ടുന്നത്, ഓട്ടോ, ടാക്സി എന്താണോ കിട്ടുന്നത്, പെട്ടെന്ന് തന്നെ വിളിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പെട്ടെന്ന് പോയിട്ട് വണ്ടി വിളിച്ചു കൊണ്ടുവരാൻ പറയുകയും കുട്ടികൾ വണ്ടി വിളിക്കാൻ വേണ്ടി പോകുന്നു. വിളിച്ചു കൊണ്ടുവരുന്നു. അവനെ അവർ ആ വീണ് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് ആ കെട്ടിടത്തിന്റെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ആ സമയമാകുമ്പോഴത്തേക്കും ഓട്ടോ എത്തുന്നു. ഓട്ടോയിലേക്ക് അവനെ കയറ്റാൻ തുടങ്ങുമ്പോഴേക്കും അവൻ്റെ മാതാപിതാക്കൾ അവിടേക്ക് ഓടിയെത്തുന്നു. അമ്മ കരഞ്ഞുകൊണ്ടാണ് ഓടി വരുന്നത്. അങ്ങനെ കേശവിനെ ആ ഓട്ടോയിലേക്ക് കടത്തുകയും അതോടൊപ്പം തന്നെ അവൻ്റെ മാതാപിതാക്കളും ആ ഓട്ടോയിൽ കയറിയിരുന്ന് യാത്ര പുറപ്പെടുന്നു. അങ്ങനെ രണ്ടാമത്തെ ദിവസം, അവരുടെ കളിയുടെ രണ്ടാമത്തെ ദിവസവും അങ്ങനെ വെറുതെ പോയി. അവർ ഒരു തീരുമാനമെടുത്തു. അന്ന് ഉച്ചയ്ക്ക് എല്ലാവരും ചേർന്ന് സൈക്കിളിൽ കേശവിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ അവരെല്ലാവരും വേപ്പുമരത്തിന്റെ താഴെ ഒത്തുകൂടാനായിരുന്നു തീരുമാനമെടുത്തത്. വേപ്പുമരത്തിന് താഴെ ഒത്തുകൂടിയ പെട്ടെന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞത് കേശവിന്റെ ആ താൽക്കാലിക ടെന്റിലേക്ക് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നതും അതിൽ നിന്നും അവന്റെ മാതാപിതാക്കൾ ഇറങ്ങി അതിനുള്ളിലേക്ക്, ആ കൂടാരത്തിനുള്ളിലേക്ക് കയറി പോകുന്നതും അവർക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ കേശവ് അവനെ കാണുന്നില്ല. അങ്ങനെ അവർ ആ ഓട്ടോയുടെ അടുത്ത് പോയിട്ട് കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഒരു ഫ്രണ്ട്സിനെ അയക്കുകയും അവിടെ പോയി ആ കാര്യങ്ങൾ അന്വേഷിച്ചു വന്ന ഫ്രണ്ട്സ് പറയുന്നു, കേശവ് ഒരു കൈയും ഒരു കാലും പ്ലാസ്റ്റർ ഇട്ട് കിടക്കുകയാണ്, ഒരു വശം ചെരിഞ്ഞാണ് അവൻ കിടക്കുന്നത്, എന്നെ കണ്ടിട്ടില്ല എന്ന കാര്യം അവൻ ഇവിടെ വന്ന് പറയുന്നു. കുട്ടികളെല്ലാവരും ഓട്ടോയുടെ സമീപത്തെത്തുകയും അവനെ കാണാൻ വേണ്ടി ഓട്ടോയ്ക്ക് ചുറ്റിലും കൂടുകയും ചെയ്യുന്നു. അവർ അവൻ്റെ മാതാപിതാക്കളോട് അവൻ്റെ സുഖവിവരം അന്വേഷിക്കുന്നു. പെട്ടെന്ന് സുഖമാവുകയില്ലേ, അവന് പെട്ടെന്ന് തന്നെ സുഖമാകും എന്നൊക്കെ അവർ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് ഒന്നാമത്തെ ടീമിലെ ക്യാപ്റ്റൻ കേശവിനോട് പറഞ്ഞു, കേശവ്, നീ എപ്പോഴാണോ തിരിച്ചു വരുന്നത് ആ സമയത്ത് നീ ഞങ്ങളുടെ ടീമിൽ കളിക്കണം എന്ന് കേശവിനോട് പറയുന്നു. എന്നിട്ട് കേശവിന് വേണ്ടി അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാറ്റും ബോളും പാഡും സ്റ്റമ്പ്, ഷീൽഡ്, ഇതുവരെ ആർക്കാണെന്ന് നിർണയിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഷീൽഡ്, അതെല്ലാം അവൻ കേശവിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. ഒരു ക്യാപ്റ്റൻ അവൻ്റെ കീശയിൽ നിന്നും വൈറ്റ് ക്യാപ്പ് എടുത്തിട്ട് കേശവന്റെ തലയിൽ വെച്ച് കൊടുക്കുന്നു.
ഓട്ടോ അങ്ങനെ മുമ്പോട്ടേക്ക് നീങ്ങാൻ തുടങ്ങുന്നു. കേശവ് അവൻ്റെ അച്ഛനോട് പറയുന്നു ആ തൊപ്പി അവൻ്റെ തലയിൽ ശരിക്ക് ധരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അവൻ്റെ അച്ഛൻ ആ തൊപ്പി അവൻ്റെ തലയിൽ അണിയിക്കുന്നു. ഓട്ടോ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കൂട്ടം കൂടി നിൽക്കുന്ന കുട്ടികൾ, അവൻ്റെ ആ കളിക്കാരായിട്ടുള്ള ഫ്രണ്ട്സായിട്ടുള്ള കുട്ടികൾ അവനോട് കൈ വീശുന്നു. കേശവ് അവൻ്റെ തലയിലുള്ള തൊപ്പി ഊരി ഓട്ടോയ്ക്ക് പുറത്തേക്കിട്ടിട്ട് ആ കുട്ടികൾക്ക് നേരെ തൊപ്പി വീശുന്നു. അതാണ് നമ്മുടെ വൈറ്റ് ക്യാപ്പ് എന്ന കഹാനി.